ഹലോ. എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ടോടെ സംസാരിക്കുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പും നമ്മുടെ മെൻ്റൽ ഹെൽത്തും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റി പറയാനാണ്. അതിന് ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമയില്ലേ, അതിൽ സുരാജ് വെഞ്ഞാറമ്മൂട് എന്താ പറയുക, ഭയങ്കര ഒരു ഹാർഷായിട്ടുള്ള ഒരു സ്വഭാവക്കാരനൊക്കെ ആയിരുന്നു അല്ലേ. അപ്പം മകൻ എന്ത് ചെയ്തു, ഒരു കൂട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു റോബോട്ടിനെ കൊണ്ട് കൊടുക്കുകയും ആദ്യം ആദ്യം പുള്ളിക്കാരൻ അതിനെ ഭയങ്കര റിജക്ഷനായിട്ട് മാറ്റി വെച്ചെങ്കിലും പിന്നീട് ഒരു എന്താ പറയുക, ഒരു ബ്ലഡ് റിലേഷനെ പോലെ പുള്ളിക്കാരൻ സ്നേഹിക്കുകയും അല്ലെങ്കിൽ കരുതുകയും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ സ്വഭാവമേ അവിടെ മാറിപ്പോയി അല്ലേ. അതായത് ഈ പുള്ളിക്കാരൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കുകയും അതെല്ലാം ചോദിച്ച് അറിയുകയും ഒക്കെ ചെയ്തപ്പം പുള്ളിക്കാരൻ വേറൊരു ലൈഫിലോട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞ, നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് പോകും. നമ്മൾ തന്നെ അറിയാതെ അത് മാറാൻ ഇടയാകും. അപ്പം ഒരു ഗുഡ് റിലേഷൻഷിപ്പ് എത്രത്തോളം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് ആ ഒരു എക്സാമ്പിളിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിനുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലേ. അതിൽ നിന്ന് മാത്രമേ നമുക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. രണ്ട് പേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ജോലിയിലും അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനിലും നമ്മുടെ ഡെയിലി ലൈഫിൽ വരെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പിലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് പോലും നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, നല്ല ഫെയിമിലിരിക്കുന്നതും നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും അല്ലെങ്കിൽ നല്ല ഫാമിലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലീസിലെ ആൾക്കാരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും നമുക്ക് ഫെയിമോ അല്ലെങ്കിൽ പൈസ വേണം വേണം വേണ്ടാന്നല്ല, ഇതൊക്കെ ഉണ്ടായിട്ടും ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും? അതായത് അവരുടെ ചുറ്റിനും ഒരു നല്ല റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ടും, കാരണം നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്, അത് ഓക്കെ അല്ലാത്തത് കൊണ്ടും ആണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരു കാര്യമില്ല അല്ലേ. നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെല്ലാം നമുക്ക് എന്താ പറയുക, മറ്റുള്ളവർക്കില്ലാത്ത എന്തെല്ലാം നന്മകൾ നമുക്കുണ്ടെങ്കിലും അത് മനസ്സിലാക്കി നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് നല്ല മെൻ്റൽ ഹെൽത്ത് വേണം. അപ്പോൾ നമുക്ക് നല്ല മെൻ്റൽ ഹെൽത്ത് വേണമെങ്കിലും നമ്മുടെ ചുറ്റിനും പുറകിലും നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ കരുതുവാനും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ട് ചെയ്യാനും കുറച്ച് നല്ല മനുഷ്യന്മാർ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് 19-കാരിയുടെ മരണത്തെ പറ്റിയിട്ടാണല്ലോ. അപ്പം കല്യാണം കഴിഞ്ഞു, നവവധു എന്നാണ് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾക്കുള്ളിൽ ആ കുട്ടീനെ നിരന്തരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ടാവാം. ഏത് കാര്യത്തിൽ എന്താ നമുക്ക് സത്യാവസ്ഥ ഒന്നും അറിയില്ല. ന്യൂസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പം ഒരു നല്ല റിലേഷൻഷിപ്പ് ആ കുട്ടിക്ക് കിട്ടിയില്ല അവിടെ. അതുകൊണ്ടാണ് ആ കുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. അതേസമയം ആ കുട്ടിയുടെ തെറ്റുകളും അല്ലെങ്കിൽ ആ കുട്ടിക്ക് പോരായ്മയുള്ള കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് ആ കുട്ടീനെ നല്ലൊരു രീതിയിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അയാളോട് തോന്നുന്ന ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അത് വേറെ തരത്തിലാണ് അല്ലേ. ഇപ്പം ഈ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾ നേഴ്സിങ്ങിന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് നഴ്സിങ്ങിൻ്റെ മാത്രമായിട്ടുള്ളതല്ല, ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ബാംഗ്ലൂരിലായിരുന്നു, ടി ജോൺ എന്ന് പറയും. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BBM, ഫാഷൻ ഡിസൈനിങ്, ഫാർമസി, MBA എല്ലാം കൂടെ ചേർന്ന്. അപ്പം എൻ്റെ ഒരു ക്ലാസ്സിലെ കുട്ടി ഒരു പയ്യനുമായിട്ട് BBAയിൽ പഠിക്കുന്ന ഒരു പയ്യനുമായിട്ട് റിലേഷൻ ആവുകയൊക്കെ ചെയ്തു. അപ്പം പുള്ളിക്കാരൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഫിനാൻഷ്യലി നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള എൻ്റെ കൂടെ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു ആവറേജ് ഫാമിലിയിൽ ജീവിച്ച് വളർന്ന ഒരിതാണ്. അപ്പം അവൾ മലയാളം മീഡിയത്തിലൊക്കെയാണ് പഠിച്ചത്. അപ്പം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എല്ലാം കന്നഡക്കാരാണ്. അപ്പോൾ അവർക്ക് മലയാളത്തിൽ സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പം ഇവൾ പോകുമ്പോൾ ഇവൾക്ക് ഭയങ്കര ടെൻഷനായിട്ട്, എനിക്ക് ഇംഗ്ലീഷിൽ അവരോട് സംസാരിക്കാൻ അറിയത്തില്ലടി, അപ്പോൾ എനിക്ക് നാണക്കേടാ എന്നിങ്ങനെയൊക്കെ പറയും. അപ്പം ഇവളപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരോട് പോയി എന്താ സംസാരിക്കുക പറയാമെന്ന് വേണ്ടിയിട്ട് ഇവൾ ട്രൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അവനോട് കാര്യം പറയും. അപ്പോൾ അതിനെ അവളെ ഹെൽപ്പ് ചെയ്യും. ഇവർ ഇംഗ്ലീഷിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട, ഇങ്ങനെ മതി, എന്നാൽ ഡീൽ ചെയ്തോളാം, ഞാൻ ഡീൽ ചെയ്തോളാം, നീ അത് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവളെ കൂളാക്കി കാം ചെയ്യുക ചെയ്തത്. അപ്പോൾ അതേസമയം അവൻ ഇവളെ, നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അതൊന്നും നീ എൻ്റെ ഫ്രണ്ട്സിന് മുന്നിൽ വരണ്ട എന്ന് പറയുവാണെങ്കിൽ ആ കുട്ടി അവിടെ വെച്ച് എന്താ പറയുക, അതിന് ആ ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള ആ ഒരു പേടിയും അല്ലെങ്കിൽ ഇവനെന്താ എന്നോട് ഇങ്ങനെ എന്നുള്ള ചിന്താഗതി വരികയും ചെയ്യും. അതേസമയം അവൻ അങ്ങനെ കാണിച്ചതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പം ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ഇപ്പം UK പോലുള്ള രാജ്യത്തെ ജോലി ചെയ്യുകയും ചെയ്യുക. അപ്പം അന്ന് അവൻ ആ ഒരു രീതിയിൽ അവളെ കൈകാര്യം ചെയ്തുകൊണ്ട് അവൾക്ക് മുന്നേ കയറി വരാനും ഒക്കെ സഹായിച്ചു. അപ്പം ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തതിനെ പറ്റിയും കളറിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം ഓർത്തേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഓർമ്മ വന്നപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാൻ പറയാം, ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഈ 5 വിരൽ എന്ന് പറയുമ്പോൾ 5 വിരലിനും ഒരു ഫിംഗർ പ്രിൻ്റാണ്. ഒരിക്കലുമല്ല. നമ്മുടെ ഒരമ്മ പെറ്റ മക്കളാണെങ്കിൽ തന്നെയും ഇപ്പം 3 മക്കളുണ്ടെങ്കിൽ ആ 3 മക്കൾക്കും സെയിം ഫിംഗർ പ്രിൻ്റാണ്. ഒരിക്കലുമല്ല. ഒരു മനുഷ്യനിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് വേറൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ഒരു വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഒരു
റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ തമ്മിൽ മനസ്സിലാക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, കുറവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ആ ഈ ന്യൂസിൽ നമ്മൾ പറഞ്ഞ പോലെ ആ കുട്ടി എന്ന് പറയുമ്പോൾ 19 വയസ്സായിട്ടേ ഉള്ളൂ. കാര്യങ്ങളെ വകതിരിവോടെ തിരിച്ചറിയാനും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതിനെ എന്താ പറയുക, ഒന്ന് മെൻ്റലി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആ കുട്ടിക്ക് താങ്ങാൻ പറ്റായിട്ടുണ്ടാവില്ല. ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് പോകും. അതേസമയം ഇതുപോലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് കിട്ടുന്നത്, നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാർട്ണറാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു സ്റ്റേജിൽ വരെ കുട്ടികൾ പോകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോലും മാരേജ് വേണ്ടാന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാന റീസണും ഇത് തന്നെയാണ്. ഒരു നല്ല റിലേഷൻഷിപ്പ് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പം നമ്മുടെ സ്വന്തം വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ ലൈഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ലൈഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ അടുത്തുള്ള വീട്ടുകാരുടെ ആയിക്കോട്ടെ, എവിടെ നോക്കിയാലും നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടാവത്തുള്ളൂ അല്ലേ. എപ്പോഴും ഒന്നല്ല, അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാവും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും അതിൽ കൂടിയ ഒന്നും കൂടെ കാണും. അതിൽ കൂടി ഒരു നല്ല റിലേഷൻഷിപ്പ് കാണുന്നില്ല. ഒന്നെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കളറിൻ്റെ പേരിൽ, ഇപ്പോൾ കണ്ടില്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം പെൺകുട്ടികൾക്ക് പേടി തന്നെ പുതിയൊരു മാരേജ് ലൈഫിലോട്ട് കയറാൻ. ഒരിക്കലും ഇന്നത്തെ പെൺകുട്ടികൾ ഭയങ്കര സെറ്റപ്പ് ഫാമിലിയോ അല്ലെങ്കിൽ ഭയങ്കര ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളതോ അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയോ ഒന്നുമല്ല നോക്കുന്നത്. കാരണം ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാം അല്ലേ. നമ്മുടെ ചുറ്റിനുമുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാം. അതേസമയം നമ്മുടെ ചുറ്റിനും നല്ല റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഈ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ ആഡംബരങ്ങളും ഒന്നും ഒരിക്കലും, ഒരു നല്ല വ്യക്തി അല്ലേ, നമ്മളെ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യുക, ഒരു ഓപ്പൺ കോൺവെർസേഷൻ നടക്കുക, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളോട് നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ അവരോട് ഓപ്പണായിട്ട് തുറന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു റിലീഫ് ഉണ്ടാകും. അപ്പം അത് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്നതിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അത് ഓവർകം ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് നമ്മുടെ തെറ്റുകളാണെങ്കിൽ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അതിൽ നമ്മളോടൊപ്പം കൂടെ നിൽക്കാൻ, ഈ പറയുന്നത് പോലെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ശക്തി തന്നെയല്ലേ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യുന്നവരായിരിക്കണം. അതായത് നമുക്ക് മനുഷ്യന്മാരല്ലേ, ചിലയിടത്തൊക്കെ ചില കുറവുകളുണ്ടാവും അല്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ട് ആ ന്യൂസിൽ വന്നതുപോലെ ചിലപ്പോൾ കളർ കുറവായിരിക്കാം, ചിലപ്പം സാമ്പത്തികം കുറവായിരിക്കാം, ചിലപ്പോൾ കാണാൻ ഭംഗി കുറവായിരിക്കാം, ചിലപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഈ കഴിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാതെ ഇങ്ങനെ ഉള്ള കാര്യം, അതായത് പുറകോട്ട് നിൽക്കുന്ന കാര്യത്തെ നമ്മൾ അതിലേക്ക് അവരെ നയിക്കുക, സെൽഫ് കോൺഫിഡൻസ് കൂട്ടുക, അതിലവരെ ഒന്നും കൂടെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അവർക്ക് ഉള്ള സെൽഫ് കോൺഫിഡൻസും ഒരു സെൽഫ് എസ്റ്റീമും ഒക്കെ കൂട്ടി അവരെ ഒരു ക്വാളിറ്റി ഉള്ള ആ ഒരു പേഴ്സണാക്കി മാറ്റാൻ നമ്മൾ ട്രൈ ചെയ്യുക. നമുക്കൊരു സോഷ്യൽ സപ്പോർട്ട് കിട്ടും അല്ലേ. അതായത് നമ്മൾ അവിടെ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ നമുക്ക് ആരൊക്കെയോ നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് പുറമേ കിട്ടുന്ന ഇത് നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉപബോധ മനസ്സിൽ എപ്പോഴും ഈ കാര്യങ്ങൾ, ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. എനിക്ക് ആരൊക്കെയുണ്ട്, എനിക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എൻ്റെ കൂടെ ഇന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുറവുകളെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ആൾക്കാരാണ് എന്നോടൊപ്പം ഉള്ളത് എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിലല്ലേ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.